ഹായ്, ജംബു ഹോസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മൈക്രോസോഫ്റ്റിന്റെ സർവർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സിന്റെ എനിക്ക് തോന്നുന്ന ഒരു ആറാമത്തെ വീഡിയോയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ആ വിർച്വൽ മെഷീൻ സർവറാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മൾ പഠിച്ചത്. ഹൈപ്പർ വി എന്ന് പറയുന്നത് ഇൻസ്റ്റാൾ ചെയ്ത് അതിനകത്തൊരു സർവർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. എന്തിനാണ് നമ്മൾ സർവർ ഇൻസ്റ്റാൾ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് സർവർ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലാബ് സെറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ സർവർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് എന്താണെന്ന് നിങ്ങൾക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഒരു സർവറും ആ സർവറിൽ കണക്ട് ചെയ്തിട്ടുള്ള മറ്റ് സിസ്റ്റങ്ങളും. അപ്പോൾ സർവറിൽ ഇരുന്നു കൊണ്ട് ഈ സിസ്റ്റങ്ങളെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു സർവർ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്കതൊരു ലാബായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു സർവർ വേണം. സർവർ ഒരു സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്തിരിക്കണം. ആ സ്വിച്ചുമായിട്ട് ഏകദേശം ഒരു 5 PC ഉണ്ടെന്ന് നോക്കുക. 5 PC ആ സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഈ സർവറിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു 5 PC, അതിന് നമുക്ക് ക്ലൈന്റ് എന്ന് വിളിക്കാം, ക്ലൈന്റുകളിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ലാബ് തന്നെ വേണം. ഇപ്പം ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വിൻഡോസിലുള്ള ഹൈപ്പർ വി എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉപയോഗിച്ചിട്ട് ആ ഹൈപ്പർ വിയുടെ അകത്ത് നമ്മൾ വിർച്വൽ ആയിട്ടൊരു സർവറിനെ നമ്മൾ ഇട്ടു. ഇനി നമ്മൾ വിർച്വൽ ആയിട്ട് ഈ സർവറുമായിട്ട് കണക്ട് ചെയ്യാൻ സിസ്റ്റങ്ങളെ വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ സിസ്റ്റങ്ങളെ ഒന്നിൽ നമ്മൾ വിൻഡോസ് 10 അല്ലെങ്കിൽ നമ്മൾ വിൻഡോസ് 11 ആണ് യൂസ് ചെയ്യുക. അങ്ങനെ നമുക്കൊരു ലാബ് സെറ്റ് ചെയ്തെടുക്കാം. അതിനാണ് നമ്മൾ ഹൈപ്പർ വി എന്ന് പറയുന്ന ഫീച്ചർ നമ്മൾ പഠിച്ചത്. അത് ഹൈപ്പർ വി എന്ന് പറയുന്ന ഫീച്ചർ നമ്മൾ ഉപയോഗിക്കുന്ന വിൻഡോസിന്റെ വെർഷൻ പ്രോ എന്ന് പറയുന്ന വെർഷനോ അല്ലെങ്കിൽ എന്റർപ്രൈസ് എന്ന് പറയുന്ന വെർഷനോ ആണെങ്കിൽ മാത്രമേ ഹൈപ്പർ വി എന്ന് പറയുന്ന ഫീച്ചർ നമുക്ക് കിട്ടുള്ളൂ. സാധാരണ നമ്മൾ ലാപ്ടോപ്പൊക്കെ മേടിക്കുന്ന സമയത്ത് നമുക്കതിൽ പ്രോ എന്ന് പറയുന്ന എഡിഷൻ അല്ല കിട്ടുക, വിൻഡോസിന്റെ ഹോം എന്ന് പറയുന്ന എഡിഷനാണ് കിട്ടുക. അത് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ PCയുടെ ദിസ് PC എന്ന് പറയുന്ന ഐക്കണിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിൽ വിൻഡോസ് 10 ആണോ അതോ 10ന്റെ ഹോം ആണോ അല്ലെങ്കിൽ വിൻഡോസ് 11ന്റെ ഹോം ആണോ അതോ പ്രോ എഡിഷൻ ആണോ വർക്ക് ചെയ്യുന്നതെന്ന് കിട്ടും. ഇനി നിങ്ങൾ ഹോം ആണ് എഡിഷൻ ആണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈപ്പർ വിയെ കിട്ടാത്തേ VMware, ഒറാക്കിൾ ഈ 2 സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടും അതിൻ്റെ അകത്തും നമുക്ക് ഇതേപോലൊരു ലാബ് പഠിക്കാൻ വേണ്ടി സെറ്റപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ സർവർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണിച്ചു തന്നിരുന്നു. സർവർ മാനേജറിന്റെ ഡാഷ്ബോർഡും പരിചയപ്പെടുത്തിയിരുന്നു. ഇനി നമുക്ക് വേണ്ടത് ക്ലൈന്റ് സിസ്റ്റങ്ങളാണ്. ഒന്നില്ലെങ്കിൽ വിൻഡോസ് 10നെ ക്ലൈന്റ് ആയിട്ട് എടുക്കണം, അല്ലെങ്കിൽ വിൻഡോസ് 11നെ ക്ലൈന്റ് ആയിട്ട് എടുക്കണം. ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ വിൻഡോസ് 11നെ ക്ലൈന്റ് ആയിട്ട് എടുക്കുന്നതാണ്. കാരണം വിൻഡോസ് 10ന്റെ സെക്യൂരിറ്റി അപ്ഡേഷനും പാച്ചസും കാര്യങ്ങളൊക്കെ മൈക്രോസോഫ്റ്റ് ഓൾറെഡി കഴിഞ്ഞ വർഷത്തോട് കൂടിയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 1 ഇയർ കൂടി ചിലപ്പോൾ അപ്ഡേഷൻ കിട്ടുമായിരിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിൻഡോസ് 10 അപ്ഡേഷനും കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ എപ്പോഴും കമ്പനികളിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നതായിരിക്കുമല്ലോ നല്ലത്. അപ്പോൾ വിൻഡോസ് 11നെ ക്ലൈന്റ് ആയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ്. എടുക്കുന്ന സമയത്ത് നിങ്ങൾ ക്ലൈന്റ് ആയിട്ട് വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സർവറുമായിട്ട് കണക്റ്റഡ് ആവുമല്ലോ ഈ സിസ്റ്റം. അപ്പോൾ ഇതൊരു ഓഫീസിലോ അല്ലെങ്കിൽ ഒരു സ്കൂളിലോ ഹോസ്പിറ്റലോ ഇരിക്കുന്ന സിസ്റ്റങ്ങളായിരിക്കുമല്ലോ, അവിടെ ആയിരിക്കുമല്ലോ ഈ സർവർ ഉണ്ടാവുക. നിങ്ങൾക്ക് ഹോം എന്ന് പറയുന്ന എഡിഷൻ യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. വിൻഡോസിന്റെ ഹോം അല്ല വേണ്ടത്. വിൻഡോസിന്റെ ഒന്നില്ലെങ്കിൽ വിൻഡോസിന്റെ പ്രോ എന്ന് പറയുന്ന വെർഷനോ അല്ലെങ്കിൽ വിൻഡോസിന്റെ എന്റർപ്രൈസ് എന്ന് പറയുന്ന വെർഷനോ അല്ലെങ്കിൽ വിൻഡോസിന്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വെർഷനോ യൂസ് ചെയ്യണം നിങ്ങൾ ക്ലൈന്റുകളായിട്ട്. അപ്പോൾ ഒരു കമ്പനിയിൽ ഒരു സർവർ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സർവറുമായിട്ട് കണക്ട് ചെയ്യുന്ന സിസ്റ്റങ്ങൾ ഉണ്ടല്ലോ, അതിനെ ക്ലൈന്റ് എന്ന് പറയുമ്പോൾ ആ ക്ലൈന്റ് ആയിട്ട് വരുന്ന സിസ്റ്റങ്ങൾ ഒന്നില്ലെങ്കിൽ പ്രോ ആയിരിക്കണം, അല്ലെങ്കിൽ എന്റർപ്രൈസ് ആയിരിക്കണം, അല്ലെങ്കിൽ പിന്നെ എഡ്യൂക്കേഷൻ വെർഷൻ ആയിരിക്കണം. എഡ്യൂക്കേഷൻ യൂസ് ചെയ്യാറില്ല കമ്പനികളിലൊന്നും. ഒന്നില്ലെങ്കിൽ പ്രോ എടുക്കണം അല്ലെങ്കിൽ എന്റർപ്രൈസ് എടുക്കണം. വിൻഡോസ് ഹോം എഡിഷൻ, വിൻഡോസിന്റെ 10ന്റെ ഹോമോ അല്ലെങ്കിൽ 11ന്റെ ഹോമിനെയൊന്നും നിങ്ങൾക്ക് ഈ സർവറിന്റെ അണ്ടറിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. ഇതൊരു ടെക്നിക്കൽ ലിമിറ്റേഷൻ അല്ല, മൈക്രോസോഫ്റ്റിന്റെ ലൈസൻസിങ് ആൻഡ് ഫീച്ചേഴ്സ് റെസ്ട്രിക്ഷൻ ആണ് ശരിക്കും ഈ ഒരു കാര്യം. ഈ ഹോമിനെയൊന്നും ഇതിന്റെ അണ്ടറിലോട്ട് കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ ഹോം ഉപയോഗിക്കുന്നത് എന്താവശ്യത്തിനാണ്? ഇത് നോർമൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഹോമിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇപ്പോൾ ഒരു 5 സിസ്റ്റം ഉണ്ടെങ്കിൽ 5 സിസ്റ്റങ്ങളെ ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് IP ഒക്കെ കൊടുത്തിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഹോമിൽ ഉപയോഗിക്കാം, ഫോൾഡറുകൾ ഷെയർ ചെയ്യാം.
പ്രിന്റർ ഷെയർ ചെയ്യാം, റിമോട്ട് ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞ ഫീച്ചറൊക്കെ നിങ്ങൾക്ക് ഹോമിൽ ഉപയോഗിക്കാം. പക്ഷെ ഒരു സർവറിന്റെ അണ്ടറിലോട്ട് കൊണ്ടുവരണമെങ്കിൽ ഹോം എന്ന് പറയുന്ന എഡിഷൻ പറ്റില്ല. നമുക്കിവിടെ പറ്റുന്ന എഡിഷൻ വിൻഡോസിന്റെ ഏത് എഡിഷനാണ്? വിൻഡോസിന്റെ പ്രോ എന്ന് പറയുന്ന എഡിഷനോ അല്ലെങ്കിൽ എന്റർപ്രൈസ് എന്ന് പറയുന്ന എഡിഷനോ ആണ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലോട്ട് കിടക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി സർവർ ഇൻസ്റ്റാൾ ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചു തന്നിരുന്നു. ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഇതിൽ നമ്മൾ ചെയ്യാനായിട്ട് പോണത് ക്ലൈൻറ്റ് സിസ്റ്റങ്ങളെ ക്രിയേറ്റ് ചെയ്യാനാണ്. ഞാൻ 10 ആണ് ക്ലൈൻ്റ് ആയിട്ട് എടുക്കുന്നത്. കാരണം എൻ്റെ കയ്യിൽ ആകെ റാമും കാര്യങ്ങളൊക്കെ 32 GB റാമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓൾറെഡി 6 GB റാം സർവറിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 4 GB റാം വെച്ചിട്ട് 2 വിൻഡോസ് മെഷീനും കൂടെ ഞാൻ സെറ്റ് ചെയ്യാം. അപ്പോൾ ഒരു സർവറുമായി 2 ക്ലൈൻറ്റ് സിസ്റ്റങ്ങളുമായി. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം നമ്മുടെ സ്ക്രീനിൽ നമ്മളിവിടെ ഹൈപ്പർ-വി എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു ഹൈപ്പർ-വി ഓൾറെഡി സർവർ ഇവിടെ ഉണ്ട്. സർവർ ഇപ്പോൾ ഓഫാണ് അല്ലേ? സർവർ ജസ്റ്റ് റൈറ്റ് ബട്ടൺ ഞെക്കി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആവും. ഇപ്പോൾ നമുക്ക് ഓൺ ആക്കണ്ട, നമുക്ക് ക്ലൈൻറ്റ് സിസ്റ്റങ്ങളല്ലേ ക്രിയേറ്റ് ചെയ്യാനുള്ള. ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ ന്യൂ എന്ന് കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വിർച്വൽ മെഷീൻ സർവർ ചെയ്യുന്ന പോലെ തന്നെ വിർച്വൽ മെഷീൻ എടുക്കുക. ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. വിർച്വൽ മെഷീൻ്റെ പേര് നമ്മൾ വിൻഡോസ് 10 Win10 1 എന്നാണ് കൊടുക്കുന്നത്. വിൻഡോസ് 10 ആദ്യത്തെ PC Win10 1 എന്ന് കൊടുത്തു. നെക്സ്റ്റ് കൊടുത്തു. ജനറേഷൻ 2 സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമുക്ക് റാം 4 GB റാം ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ട്. മിനിമം 4 GB റാമെങ്കിലും വേണം. അപ്പോൾ ഞാൻ 4 GB ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അത് മാറ്റമൊന്നും വരുത്തുന്നില്ല. അപ്പോൾ നമ്മുടെ ക്ലൈൻ്റ് ആയിട്ട് എടുക്കുന്ന ആദ്യത്തെ വിൻഡോസ് 4 GB ആയിരിക്കും ഉണ്ടാവുക. നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യണോ? ഇപ്പം ഞാൻ കണക്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇവിടെ ഞാൻ ഒന്നും സെലക്ട് ചെയ്യുന്നില്ല. നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ വിൻഡോസ് 10 ഫയലുകളും കാര്യങ്ങളൊക്കെ സ്റ്റോർ ആകാൻ വേണ്ടിയിട്ട് ഒരു വിർച്വൽ ഹാർഡ് ഡിസ്ക് നമ്മുടെ പ്രോഗ്രാം ഡാറ്റയിൽ മൈക്രോസോഫ്റ്റിൽ വിൻഡോസിൽ വിർച്വൽ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ക്രിയേറ്റ് ആവുന്നുണ്ട്. അത് 127 GB സൈസിലാണ് ക്രിയേറ്റ് ആവുന്നതെന്ന് വരും. ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ ഇൻസ്റ്റാൾ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫ്രം എ ബൂട്ടബിൾ ഇമേജ് ഫയൽ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് നമ്മുടെ വിൻഡോസ് 10 ഫയൽ നമ്മുടെ അടുത്ത് വേണമല്ലോ. ആ 10 ഫയൽ നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. 10 ഫയൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തതിനു ശേഷം ഞാൻ ഉപയോഗിക്കുന്ന വിൻഡോസ് 10 പ്രോ എന്ന് പറയുന്ന ഇമേജ് ഫയൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ബ്രൗസിൽ പോയി എൻ്റെ ഡൗൺലോഡിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. വിൻഡോസ് 10 ജൂൺ എന്ന് കണ്ടോ, അത് സെലക്ട് ചെയ്തു. ഇവിടെ നെക്സ്റ്റ് കൊടുത്തു. ഇവിടെ ഫിനിഷ് കൊടുത്തു. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ ഒരു വിൻഡോസ് 10 ക്രിയേറ്റ് ആയത് കാണാൻ പറ്റും. ജസ്റ്റ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കണക്റ്റ് കൊടുക്കുക. ഇപ്പോൾ വിർച്വൽ മെഷീൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. പ്രസ് എനി കീ, ഏതെങ്കിലും കീ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ വ്യൂവിൽ പോയിട്ട് നമുക്ക് ഫുൾ സ്ക്രീൻ മോഡാക്കാം. അപ്പോൾ അതിൻ്റെ ആദ്യമായിട്ട് വരുന്നതിൻ്റെ അതിൻ്റെ സ്റ്റാർട്ടപ്പ് പേജ് ആണ് ഇപ്പോൾ ലോഡായിട്ട് വരുന്നത്. ഇതാ സ്റ്റാർട്ടപ്പ് പേജ് വന്നു. ലാംഗ്വേജും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ ഇൻസ്റ്റാൾ നൗ എന്നുള്ളത് കൊടുക്കുക. ഇവിടെ വിൻഡോസ് 10 പ്രോ STD എന്ന് പറയുന്ന എഡിഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ലൈസൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. കസ്റ്റം സെലക്ട് ചെയ്തിട്ട് നമ്മൾ 128 GB വിർച്വൽ ഹാർഡ് ഡിസ്ക് ഇല്ലേ, നമുക്കത് C ഡ്രൈവ് ആയിട്ടൊരു 85 GB കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 85,000 കൊടുത്തു. അപ്ലൈ കൊടുത്തു, ഓക്കെ കൊടുത്തു, ഫോർമാറ്റ് കൊടുത്തു, ഓക്കെ കൊടുത്തു, നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഇമേജ് ഫയൽ ഉണ്ടല്ലോ, വിൻഡോസിൻ്റെ ഇമേജ് ഫയൽ, അതിൽ നിന്ന് നമ്മുടെ ആ ഒരു C ഡ്രൈവ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത C ഡ്രൈവിലില്ലേ, അതിലോട്ട് ആ ഫയലുകൾ ഇങ്ങനെ കോപ്പി ആകുവാണ്. അപ്പോൾ ഈ ഗെറ്റിംഗ് ഫയൽസ് റെഡി ഫോർ ഇൻസ്റ്റാളേഷൻ ഉള്ളത് 100 ആകുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ റീസ്റ്റാർട്ടിങ് ഫയൽ കോപ്പി ആയി കഴിഞ്ഞാൽ റീസ്റ്റാർട്ടിങ് ആവും. 10 സെക്കൻഡിനുള്ളിൽ റീസ്റ്റാർട്ട് ആവും. നമ്മൾ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിട്ട് വരും, റീസ്റ്റാർട്ടായിട്ട് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് റീസ്റ്റാർട്ടായിട്ട് വരട്ടെ. ഇനി നമുക്ക് അതിൻ്റെ സാധാരണ ഒരു വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വിൻഡോസ് 10 അല്ലെങ്കിൽ വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്തിട്ട് പരിചയമുണ്ടോ എന്ന് എനിക്കറിയില്ല. റിയലായിട്ട് നമ്മൾ ഇങ്ങനെയാണ് ഒരു പെൻഡ്രൈവ് ബൂട്ടബിൾ ആക്കിയിട്ടാണ് നമ്മൾ നിലവിലുള്ള വിൻഡോസ് കളയുക അല്ലെങ്കിൽ പുതിയൊരു വിൻഡോസ് ഹാർഡ് ഡിസ്കിലോട്ട് കയറ്റുകയൊക്കെ ചെയ്യുന്നത്. ഇതേ സ്റ്റെപ്പ് തന്നെയാണ് അതിനും വരിക. അതിന് നമ്മളൊരു പെൻഡ്രൈവ് ബൂട്ടബിൾ ആക്കണം എന്നേ ഉള്ളൂ. ഇത് നമ്മൾ നേരിട്ട് ആ ഇമേജ് ഫയൽ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്.
അപ്പോൾ അത് ലോഡായി വരുന്നത് ഇനിയിപ്പോൾ ഈ സ്ക്രീനിൽ ഇനി അടുത്തത് വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇങ്ങനെ ആ ഒരു ബ്ലൂ സ്ക്രീൻ പോയതിനു ശേഷം ഇവിടെ ഇമേജ് ഗെറ്റിംഗ് റെഡി എന്ന് പറയുന്ന ആ ഒരു ലോഡിങ് ഇങ്ങനെ നിങ്ങൾക്ക് കാണിക്കും. നിങ്ങളിവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അത് ലോഡായിട്ട് അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ ഒരു ലോഡിങ്ങിൻ്റെ ടൈം ഉണ്ടല്ലോ, അത് മാത്രം ഞാൻ ജസ്റ്റ് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. കാരണം അതിപ്പോൾ നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ ഗെറ്റിംഗ് റെഡി കറങ്ങുന്നില്ലേ, അതിന് കറങ്ങിക്കഴിഞ്ഞതിന് ശേഷം എന്താണ് വരുന്നത് എന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരുള്ളൂ കേട്ടോ. ഇപ്പം നിങ്ങൾക്കൊരു ബ്ലൂ സ്ക്രീനിൽ ജസ്റ്റ് എ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഇത് കാണാം. ഇനി നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ റീജിയൻ ആണ്. നമ്മുടെ റീജിയൻ സെലക്ട് ചെയ്യുക. നമ്മുടെ റീജിയൻ വന്നിട്ട് ഇന്ത്യ. അപ്പോൾ ഇന്ത്യ സെലക്ട് ചെയ്തു, എസ് കൊടുക്കുക. ഇവിടെ കീബോർഡ് ലേ ഔട്ട് അത് ഇംഗ്ലീഷ് ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം എസ് കൊടുക്കുക. അഡീഷണൽ സെക്കൻഡറി കീബോർഡ് വേണമെന്നാണ്, ആവശ്യമില്ല, സ്കിപ്പ് കൊടുക്കുക. ഇവിടെ നെറ്റ്വർക്കാണ്, നമ്മളിപ്പോൾ ഒരു നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നില്ല. ഐ ഡോണ്ട് ഹാവ് ഇൻ്റർനെറ്റ് കൊടുക്കുക. അപ്പോൾ ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ ഇതൊക്കെ കിട്ടുന്ന പറയുന്നത്, ആവശ്യമില്ല. കണക്ട് വിത്ത് ലിമിറ്റഡ് സെറ്റപ്പ് കൊടുക്കുക. ഇവിടെ യൂസർ, ഇപ്പോൾ നമുക്ക് ഈ കമ്പ്യൂട്ടറിൻ്റെ പേര് ABC എന്ന് കൊടുക്കുക, യൂസറിൻ്റെ പേര്. യൂസറിന് പാസ്വേഡ് സെറ്റ് ചെയ്യുക 123, കൺഫേം പാസ്വേഡ് അതും 123 കൊടുക്കുക. സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ്, ഏതെങ്കിലുമൊക്കെ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിന് എന്തെങ്കിലുമൊക്കെ ആൻസർ കൊടുക്കുക. പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാൽ റീസെറ്റ് ചെയ്യാനുള്ളതാണ്. നെക്സ്റ്റ് കൊടുക്കുക. ഡു മോർ അക്രോസ് ഡിവൈസ് വിത്ത് ആക്ടിവിറ്റി ഹിസ്റ്ററി, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നോ കൊടുക്കുക. ഇവിടെ അക്സെപ്റ്റ് ഇത് ഡിജിറ്റൽ അസിസ്റ്റൻറ്റ് വേണമെന്ന് ചോദിക്കണം, ആവശ്യമുണ്ടെങ്കിൽ അക്സെപ്റ്റ് കൊടുക്കുക, ഡിക്ലൈൻ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവരുടെ പ്രൈവസിയും കാര്യങ്ങളും ഇതൊക്കെയാണ്, ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യുക, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിൻഡോസ് ലോഡായിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മളെ വിൻഡോസ് 10 എന്തായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ അടുത്തൊരു വിൻഡോസ് കൂടി എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ഞാൻ അടുത്ത വിൻഡോസ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇടുന്നില്ല, ഇതേ സ്റ്റെപ്പാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ഒന്ന് ചെയ്യുകയോ ചെയ്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ വിൻഡോസ് എന്താവുകയാണ്, ഇൻസ്റ്റാളേഷൻ ഏകദേശം കംപ്ലീറ്റ് ആയി. നമ്മൾ ജസ്റ്റ് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോസിൻ്റെ ഹോം പേജ് ലോഡായി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഇതിൻ്റെ റെസൊല്യൂഷനാണ്, നമുക്ക് ഫുൾ റെസൊല്യൂഷൻ ഉണ്ട്. നമ്മുടെ സെർവറിനൊക്കെ വന്ന പോലെ തന്നെ കണക്ട് കൊടുത്താൽ നമുക്ക് ഫുൾ സ്ക്രീനിൽ നമുക്ക് വിൻഡോസ്, ഇവിടെ യൂസർ നെയിം ഓൾറെഡി വന്നിട്ടുണ്ട്, പാസ്വേഡ് ABC. ഫുൾ സ്ക്രീനിൽ നിങ്ങൾക്ക് വിൻഡോസ് 10 കാണാനായിട്ട് സാധിക്കും. സർവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തു. ഇപ്പോൾ നമ്മൾ 10 ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മൾ ചെയ്തു. അപ്പോൾ നമുക്കൊരു സർവറും ഉണ്ട്, നമുക്ക് അതേപോലെ തന്നെ ഇവിടെ 10 ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു 10 കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നില്ല. ഇങ്ങനെയാണ് നമ്മൾ 10 ഇൻസ്റ്റാൾ ചെയ്യും. ഇപ്പോൾ നമുക്കൊരു ലാബായി, ഒരു സർവറായി, ഇപ്പോൾ ഒരു 10 ആയി. ഞാൻ ഒരു 10 കൂടി ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ നമുക്കൊരു ലാബായിട്ടുണ്ടാവും ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം.